നമ്മൾക്കതൊക്കെ വെയിൽ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സത്യം അതാണ്, ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്, എന്നിട്ട് അവസാനം ഇതെല്ലാം കൊണ്ട് നമ്മളിതും കൊണ്ട് ജീവിക്കുന്നത്. അതെ അതെ. അപ്പം നമുക്ക് പ്രയോജനമില്ല ഒന്നും, പാടുപെടാന്നല്ല, മിച്ചം വേറെ ഒന്നുമില്ല. നമ്മളിപ്പം കൊട്ടാരക്കരയിലെ കോട്ടാത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ശരത്ചന്ദ്ര സാറിൻ്റെ പെരേടത്തിൽ വെയിൽ ചെയ്യാനായിട്ടാണ് വന്നത്. ഇവിടെ വന്ന് നമ്മൾ വെയിൽ ചെയ്ത സമയത്ത് തന്നെ തൊട്ടടുത്തൊരു പെരേടം, രായൻപിള്ള എന്ന് പറയുന്ന ഒരു മാവിൻ്റെ പെരേടത്തിൽ ഒരു വേലി വെക്കണം എന്ന് പറഞ്ഞിട്ട് കക്ഷി വന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെ കക്ഷിക്ക് വസ്തുവെല്ലാം അളന്ന് എൻ്റെ കൊട്ടേഷനെല്ലാം കൊടുത്തു. പക്ഷേ നമ്മൾ ഈ അളവ് കൊടുത്ത സമയത്ത് കക്ഷിയുടെ മകൻ ഗൾഫിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ചൊരു ഡിലേ വന്നു. ഈ ഡിലേ വന്ന സമയം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. ആ പെരേടം മൊത്തം കാണാൻ പറ്റും, അതിലെല്ലാം പന്നി കയറിയിട്ട് ആ പെരേടം മൊത്തം നശിപ്പിച്ചു. നമ്മളൊരു ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസകളെല്ലാം ഇത് കൊണ്ട് കൃഷിയിലോട്ട് ഇറക്കിയിട്ട് ആ കൃഷിയെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഓരോ കർഷകർക്കുമുള്ള വിഷമം എന്തായിരിക്കും നമ്മൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് കഴിയുന്നത് എല്ലാവരും ഇതുപോലെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പന്നിശല്യമുള്ള ഏരിയകളാണ്, ഇതുപോലെ ഫെൻസിങ് വെച്ചതിന് ശേഷം മാത്രം കൃഷിയിലേക്ക് പോകുക. അതല്ലാതെ നോർമലായിട്ട് നമ്മളങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നശിച്ചു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് SR മെറ്റൽസിൻ്റെ വെറൈറ്റി ഫെൻസിങ് പോളും മൈക്കോണിൻ്റെ വയേഴ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൈക്കോണിൻ്റെ ചെയിൻ ലിങ്കിനെ കുറിച്ച് സാധാരണ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ ചെയിൻ ലിങ്കുകൾ 50 GSM മാത്രം കോട്ടിംഗ് ഉള്ളപ്പോൾ മൈക്കോണിൻ്റെ വയേഴ്സിന് 120 GSM കോട്ടിംഗ് ഉണ്ട്. അത് കാരണം ഇത് തുരുമ്പെടുക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ വെറൈറ്റിയുടെ ഫെൻസിങ് പോൾ നമുക്ക് ചെളിയിൽ വേണമെങ്കിലും ഇത് അടിച്ച് താത്തിട്ട് നമുക്കിതിൻ്റെ വർക്കുകൾ ചെയ്യാൻ പറ്റും. നോർമൽ കല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കല്ലുകളിൽ വന്ന് വല്ല ശക്തമായിട്ട് ഇടിക്കുകയാണെങ്കിൽ കല്ലുകൾ പൊട്ടിപ്പോകും. അതല്ലെന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ അകത്തുള്ള കമ്പി തുരുമ്പെടുത്തിട്ട് കല്ല് പൊട്ടിപ്പോകും. പക്ഷേ ഈ ഫെൻസിങ് പോളും വെറൈറ്റിയുടെ ഫെൻസിങ് പോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ചെളിയിൽ പോലും വെള്ളത്തിൽ പോലും നമുക്കിത് വെച്ച് ഇതിൻ്റെ വർക്കുകൾ ചെയ്യാൻ പറ്റും. കാരണം അതിലൊരു PU കോട്ടിങ് പെയിൻറ്റും ഉണ്ട്, അടിയിൽ എക്സ്ട്രാ ഒരു എപ്പോക്സി കോട്ടിംഗ് ഉണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമുക്കിത് വർഷങ്ങളോളം അതുപോലെ തന്നെ നിലനിൽക്കും. പെരേടങ്ങളെല്ലാം വർഷങ്ങളോളം നമുക്ക് സംരക്ഷിച്ച് നിർത്താനും പറ്റും. പന്നിയൊന്നും മറ്റും കയറാതിരുന്നിട്ട് നമുക്ക് ഈ പെരേടങ്ങളെല്ലാം ഒരുപാട് നാൾ കൃഷി ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുരയിടങ്ങൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.